ഗുജറാത്ത് കലാപം എന്താണെന്നും എങ്ങനെ ഉണ്ടായെന്നും അറിയാത്ത ഒരു കുട്ടിയോ സാധാരണക്കാരനോ ഈ സിനിമ കാണുമ്പോൾ വൺ സൈഡഡ് ആയിട്ട് ചിന്തിക്കാൻ കാരണമാകും. ഹിന്ദുക്കൾ വെറുതെ മുസ്ലിംസിനെ കൊല്ലാൻ തുടങ്ങി എന്ന് കരുതും. എടോ സംഘി, സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കൊല്ലുന്നു എന്നുള്ള ചിന്ത വരില്ല. ഹിന്ദു മത തീവ്രവാദികൾ, ഇസ്ലാം മത തീവ്രവാദികൾ എന്നുള്ള ഒരു രീതിയിലേക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. സിനിമയിൽ അള്ളാഹു അക്ബർ എന്നൊക്കെ വിളിച്ചിട്ട് വെടിവെക്കുന്നുണ്ടല്ലോ തീവ്രവാദികൾ. അപ്പോൾ അത് തീവ്രവാദികളാണെന്നും അത് ഞങ്ങളിൽപ്പെട്ട ആളുകളല്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഇവിടെയുള്ള എത്രയോ ഇസ്ലാം മത വിശ്വാസികൾക്ക് ബോധമുണ്ട്. മേജർ രവി എന്ന പുങ്കവൻ എടുത്തിരിക്കുന്ന ഏതെങ്കിലും പടങ്ങളിൽ ഈ പറയുന്ന സംഭവം അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? മഹാദേവൻ വരുന്നു, മറ്റേ ഇസ്ലാം മത തീവ്രവാദികൾക്കെതിരെ പോരാടുന്നു, രാജ്യത്തെ രക്ഷിക്കുന്നു. ഇതല്ലാതെ ആ പുങ്കവൻ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഫാക്റ്റുമായി എന്തെങ്കിലും പുലബന്ധമുള്ള ഏതെങ്കിലും ഒരു കാര്യം പുനരാവിഷ്കരിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ശ്രമം അതെടുക്കാനായിട്ടുള്ള ഒരു കഴിവ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് കാലങ്ങളായിട്ട് കാണുന്നതാണ്. അപ്പോൾ എല്ലാം ഇവിടെയുള്ള ഒരു മതവിഭാഗത്തിന് അത് ഞങ്ങളിൽപ്പെട്ട ആളുകളല്ല, അത് തീവ്രവാദികളാണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം ഉണ്ടായിരുന്നു, സഹിഷ്ണുത ഉണ്ടായിരുന്നു. അത് ഹിന്ദുത്വവാദികൾക്ക്, സംഘികൾക്കില്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നെ ഈ ഒരു സംഭവത്തോടെ വേറൊരു കാര്യം കൂടെ വെളിവായിട്ടുണ്ട്. ഹിന്ദു ആയാലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. സംഖ്യയായിട്ടുള്ള ഹിന്ദു ആണെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഹിന്ദുക്കൾക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നുമില്ലല്ലോ. സംഖ്യയാണെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. സംഖ്യയാണെന്നുണ്ടെങ്കിൽ ED റെയ്ഡ് വരത്തില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള ഭീഷണികൾ ഉണ്ടാവില്ല. ഹിന്ദുത്വവാദി അല്ലാത്ത ഒരു ഹിന്ദു ആണ് എന്നുണ്ടെങ്കിൽ, ഒരു ഈശ്വര വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അവന് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല. അവനെ ഇവർ ടാർഗറ്റ് ചെയ്യും. പൃഥ്വിരാജ്, സുപ്രിയ, മല്ലിക സുകുമാരൻ അവരുടെ കുടുംബം എന്തോരം അധിക്ഷേപങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് BJP നേതൃത്വ നിരയിലുള്ള നേതാക്കളായിട്ടുള്ള സംഘികളിൽ നിന്നിട്ട്.